ഐ നോബഡി സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഭയങ്കര പ്രതീക്ഷയോടെയാണ് അത്. ഇൻ്റർവെല്ലൊക്കെ വരെ കിട്ടിലിൻ മേക്കിംഗ് ആയിരുന്നു. കിട്ടിലിൻ നല്ലൊരു ത്രില്ലർ പടം കണ്ടൊരു എഫക്റ്റ്. പൃഥ്വിരാജിൻ്റെ ഒരു മൂളൽ അഭിനയിക്കില്ല, അതൊന്നും അല്ലാതെ മറ്റേ കടുവയിലും പുള്ളി മറ്റേ കാപ്പയിലൊക്കെ അഭിനയിക്കില്ലേ, അതുപോലെയൊന്നും അല്ല. പുള്ളി നല്ല കൂളായിട്ട് അഭിനയിച്ച ഇൻ്റർവെല്ലൊക്കെ വരെ നല്ല ത്രില്ലിങ്. ഒരു ബാങ്ക് റോബറി, അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് പടത്തിൻ്റെ കഥ. അത് സ്പോയിലൊന്നുമില്ല കേട്ടോ, സിനിമ തുടങ്ങുമ്പോൾ തന്നെ അത് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് സീൻ തന്നെ ബാങ്ക് റോബറിയാണ് കാണിക്കുന്നത്. അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു സാധാരണക്കാരന് സംഭവിക്കുന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥന് സംഭവിക്കുന്നൊരു കഥയാണ് ഈ പടത്തിൽ. നല്ല രീതിയിൽ നല്ല ത്രില്ലറായിട്ട് മുന്നോട്ട് പോയ പടം. ഇൻ്റർവെൽ കഴിഞ്ഞവിടെ ഒരു ഫാമിലി ഡ്രാമയിലേക്ക് കയറിയതോടെ, ഫാമിലി മൂഡിലേക്ക് കയറിയതോടെ പടം ഭയങ്കര സ്ലോ ആയിപ്പോയി. ഭയങ്കര സ്ലോ ആയി അവസാനം ക്ലൈമാക്സ് ഒരുമാതിരി വെട്ടിക്കൂട്ടിയ പോലെ ഒരു ക്ലൈമാക്സും ഒരു നമുക്ക് കണ്ടാൽ അറിയാം. ഒരു മുഖ്യമന്ത്രിയുടെ സീനൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വെട്ടിക്കൂട്ടി ഉണ്ടാക്കി ഇങ്ങനെ ഒന്ന് തീർത്ത് ഒരു വെറൈറ്റി ആയിട്ട് തീർക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് പടം പോയി, അതേ ഒന്ന് പറയാനുള്ളൂ. ഇൻ്റർവെൽ വരെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ത്രില്ലറാണ്. ഞാൻ ഇൻ്റർവെൽ ഭയങ്കര അഭിപ്രായം പറഞ്ഞാൽ ഇൻ്റർവെൽ വരെ കിഡിലൻ പടമായിരുന്നതൊക്കെ. പക്ഷേ അത് കഴിഞ്ഞ ഫസ്റ്റ് സീനോടുകൂടി തന്നെ പടത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് താന്ന് പോവാണ്. താന്ന് അവസാനമായപ്പോഴേക്കുണ്ടല്ലോ ഒരു ആർട്ടിഫിഷ്യൽ ക്ലൈമാക്സ്. എങ്ങനെയെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് തീർക്കാം എന്നുള്ള നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു ക്ലൈമാക്സ് ഇല്ലേ, അതുപോലെ ക്ലൈമാക്സ് അങ്ങ് പോയി. ഏറ്റില്ല, ഇതേ എനിക്ക് പറയാനുള്ളൂ. ഐ നോബഡി പഴയ പടത്തിലില്ലേ, അഴകിയ രാവണനിൽ മോഹൻലാൽ മമ്മൂട്ടി ശ്രീനിവാസനോട് പറയുന്ന ഡയലോഗില്ലേ, അംബുജാക്ഷൻ്റെ കഥ പോരാ എന്നൊക്കെ പറയുന്നവർ, അതുപോലെ പടം പോരാ എന്നൊരു അഭിപ്രായമായിരുന്നു. ടെക്നിക്കൽ സൈഡെല്ലാം കിട്ടില്ല. ജെയിംസ് ബിജോയൊക്കെ ഭയങ്കര സ്കോറിലാണ് പടം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉഗ്രൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല കളറിങ്, നല്ല തെളിച്ചമായിട്ടുള്ള കളർ, നല്ല മേക്കിംഗ്. എന്ന് വെച്ചാൽ ക്യാമറ ഒക്കെ ആണെങ്കിലും നല്ലപോലെ പടം പോയി. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ, തിരുവനന്തപുരം സിറ്റിയാണ് മുഴുവൻ ലൊക്കേഷൻ കാണിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ പടം ഇൻ്റർവെൽ കയ്യിൽ നിന്ന് വിട്ടുപോയി. സാംബിഷീറിന് തീമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ഒരു ആക്ഷൻ സീനും ഒക്കെ നന്നായിരുന്നു. പക്ഷേ പടത്തിൻ്റെ കണ്ടിന്യൂറ്റി ഇൻ്റർവെൽ കഴിഞ്ഞതോടെ പടം ഇന്ന് കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞതാണല്ലോ ഐ നോബഡി കേട്ടോ.